എല്ലാവരും കാത്തിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ എക്സാമിന് നോട്ടിഫിക്കേഷൻ എത്തിപ്പോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന അങ്ങനെയുള്ള പോസ്റ്റ് നമുക്കറിയാം സിവിൽ കഴിഞ്ഞവർക്കും കെമിക്കൽ കഴിഞ്ഞവർക്കുമുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചാൻസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ദാറ്റ് മീൻസ് ഒരു എന്ന് പറയുന്ന PCB ലേക്കുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 7-നായിരിക്കും. അപ്പൊ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും നമുക്കിവിടെ തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ ഒന്ന് അറിഞ്ഞിരിക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ടോട്ടൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന്റെ കൂടെ എൻവയോൺമെന്റലിന് 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കെമിക്കൽ ഭാഗത്ത് നിന്ന് 25 മാർക്കിന്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടായിരിക്കാം. എല്ലാവർക്കും കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എക്സാമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പൊ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. കൂടുതൽ വേക്കൻസികളൊക്കെ നമുക്ക് ഈ ഒരു പോസ്റ്റിന് ഇത്തവണയുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഇപ്പം ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ആ ലിസ്റ്റ് തീരുമ്പോഴേക്കും പുതിയ ലിസ്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ PSC ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ കടന്നു പോയിട്ടുള്ളത്. നമുക്കറിയാം എക്സാം ഒക്കെ വളരെ വേഗത്തിൽ നടത്തി ലിസ്റ്റുകളെല്ലാം വേഗം വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു കറന്റ് ട്രെൻഡ് ഉള്ളത്. അപ്പോൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് എന്തിൽ വരുന്നില്ല, PSC എക്സാമുകൾക്ക് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് വലിയൊരു സാധ്യത തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വർഷത്തിൽ തന്നെ ലിസ്റ്റ് വരികയും അതിന്റെ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ നമുക്ക് അതിന്റെ അഡ്വൈസ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്ന ഒരു ട്രെൻഡ് ഉള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ കിട്ടുള്ളൂ. നമുക്കറിയാം PWD എക്സാമിന്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ പെട്ടെന്ന് ദാറ്റ് മീൻസ് അവിടെ ജൂലൈയിലായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം ഡിസംബറിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഏത് മാസമായി നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ദാറ്റ് മീൻസ് ഈ ഒരു പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കയറാൻ സാധിക്കും. അപ്പം ഈ ഒരു ബാച്ച് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 12 മാസമായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ഒരു ദിവസം നമ്മൾ 3 അല്ലെങ്കിൽ 4 അവറിലായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് വീക്കിലി ദാറ്റ് ഈസ് 5 to 6 ഡേയ്സ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഇനി സപ്പോസ് ഡേറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷെഡ്യൂളൊക്കെ മാറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അവിടെ ഈ പറഞ്ഞ നമുക്കറിയാം സിവിൽ കഴിഞ്ഞവർക്ക് ഒരുപാട് ചാൻസുകൾ ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ലെവൽ എക്സാംസുകൾ ഒരുപാട് വരാറുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇനി എക്സാമുകൾ വരാനിരിക്കുകയാണ്. KEE അതുപോലെ ഇറിഗേഷൻ എല്ലാം വരാനിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന ഓവർസിയർ എക്സാമുകളിലേക്കും സിവിൽ ടോപ്പിക്കുകൾ ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇനി നമുക്ക് RRB JEE എല്ലാ വർഷവും നടത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RRB JEEക്കുള്ള അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു പോകാം. SSC JEEയുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് ഓരോ വർഷവും നടക്കുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് കണ്ടന്റ് എല്ലാം സ്ട്രോങ് ആക്കിക്കൊണ്ട് ഒരുപാട് എക്സാമുകൾ നമുക്ക് ഇനി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാരായിക്കോട്ടെ, നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. അതൊരു സംശയമില്ല. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോകാം. ദെൻ നമുക്ക് ഇതിന്റെ കോഴ്സ് ഫീ നമുക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് ഈ PWD എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് നോക്കി ടോട്ടൽ ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കെമിക്കൽ പഠിക്കാനുണ്ട്, എൻവയോൺമെന്റൽ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്സും സിവിലും പഠിക്കാനുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടന്റുകളെല്ലാം കൂടി ചേരുന്ന ഈ ഒരു കോഴ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു കോച്ചിങ് സെന്റർ നോക്കിയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് സൈലം ടെക്നിക്കൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് 12,990 മാത്രമാണ് ഈ ഒരു ഫീസ് ആയിട്ട് വരുന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഫീസ് എന്ന് പറയുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമായിരിക്കും എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. അതുകൂടാതെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഓഫറുകൾ കൂടെ നിങ്ങളുടെ ഭാഗത്തേക്ക് സൈലം ടെക്നിക്കൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയ BTech എക്സാമിന് 8.5 മുകളിൽ CGPA ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഓഫറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഓഫറുകൾ കിട്ടാൻ വേണ്ടി നമ്മളെ കാണുന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതൊരു സംശയത്തിനും എന്ത് ചെയ്യുക, ഈ കാണുന്ന താഴെ നമ്പറിലേക്ക് ഉടൻ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ട് നമുക്കറിയാം. ഈ ഒരു വർഷം ഒരുപാട് എക്സാമുകളാണ് സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന എക്സാമുകളും ഒരുപാടുണ്ട്. ദാറ്റ് ഈസ് ഇറിഗേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് KEE ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് പഠിക്കാൻ പാകത്തിൽ നമ്മൾ കണ്ടന്റ് സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. എക്സാം എല്ലാം ഒരുപാട് സമയം നോക്കി നഷ്ടപ്പെടുത്താതെ തന്നെ എക്സാമുകൾ നടക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ആദ്യം ഒരു 8 മാസമായിരുന്നു കാലയളവ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5 മാസത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി അത് ചിലപ്പോൾ 3 മാസത്തേക്കും നമുക്കൊരു മിനിമം ഒരു 3 months ആണ് നമുക്ക് ഉറപ്പുവരുത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ആ രീതി 3 months തൊട്ട് 5 months വരുന്ന റേഞ്ചിൽ ആ ഒരു കാലയളവ് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ പഠനം തുടങ്ങാൻ. അപ്പൊ അത്രയും അടിപൊളിയായിട്ട് തന്നെ കണ്ടന്റ് സ്ട്രോങ് ആക്കി വെക്കേണ്ട സമയം എടുത്തിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനായിട്ട് നമുക്ക് നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങൾ സെറ്റ് ആയിക്കോളാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കി ഈ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു.